Hi everyone, welcome back to my new video. My name is Lija John. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കാരണം എസ്പെഷ്യലി വീട്ടിലൊക്കെ ഇരിക്കുന്ന മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൗസ് വൈഫ്സ് ആയിട്ടുള്ളവർക്കും അതേപോലെ വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പലരും ഇങ്ങനെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എങ്ങനെ ചെയ്യും, ആരോട് ഉപദേശം ചോദിക്കും, ആരോട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എങ്ങനെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, എന്ത് ബിസിനസ് ചെയ്യും, എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെയുള്ളതായിരിക്കും പലരുടെയും പ്രോബ്ലം. സോ അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ചാനലിൽ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത്, അങ്ങനെ ലൈഫ് ലെസൺസ് പോലുള്ള വീഡിയോസ് ആണ്. അതുപോലെ തന്നെ ഇതേപോലെ നമ്മളെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടിപ്സും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമുക്ക് കുറച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതുമില്ല, സീറോ ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ആണ്. അപ്പോൾ എന്ത് കാര്യമാണ് എങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഐഡിയയാണ്. ഐഡിയ മീൻസ് നമ്മൾ എന്ത് ബിസിനസ് ആണ് ചെയ്യേണ്ടത്, ആ ഒരു ഐഡിയ നമ്മളുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. അതായത് ഞാൻ ബിസിനസ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ എന്ത് ബിസിനസ്? ഓരോ ഐഡിയ പറയുമ്പോൾ അത് പറ്റത്തില്ല, ഇത് പറയുമ്പം ഇത് പറ്റത്തില്ല, ഇതൊന്നും വർക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ക്ലിയർ പിക്ചറാണ്. എന്ത് ബിസിനസ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കുക. ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന ബിസിനസ് ആണെങ്കിൽ ഒരു പക്ഷേ ഈ കൊച്ചു ബേബീസ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുക്കുന്നതാണെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ വെച്ച് പറ്റത്തില്ലായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷന് മാച്ച് ആവുന്ന നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഓക്കെ ആയിട്ട് നമുക്കൊരു ബിസിനസ് പറ്റുന്നില്ല, എന്നാലും മോസ്റ്റ്ലി നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന ഒരു ഐഡിയ നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യുക. സോ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ കൺസിഡർ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ക്യാഷ്, ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഡ്രീംസ്, ഇതെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന ടൈപ്പുള്ള ബിസിനസ്സാണ്. അപ്പോൾ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ് നിങ്ങൾക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ളവരാണ്, നിങ്ങൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള, കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അധികം ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു നോവൽറ്റി ടൈപ്പ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ നിങ്ങൾ കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. എന്തൊരു ബിസിനസ് ചെയ്താലും നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ മടിയാണ്. അവരെന്ത് വിചാരിക്കും, എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അവർ എന്നെ പറ്റി എന്തായിരിക്കും വിചാരിക്കുന്നത്, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ സക്സസ് ആവുമോ എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ പുൾ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ നേരം ഫസ്റ്റ് നമ്മളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഒരു ബിസിനസ് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇപ്പം ഓൺലൈനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ, ഡ്രസ്സോ ക്രാഫ്റ്റ്സോ അല്ലെങ്കിൽ മറ്റ് ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും ഐറ്റമാണ് നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി ഒരു റോ മെറ്റീരിയൽസ് വാങ്ങി നിങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും, നിങ്ങളുടെ ലാഭം നഷ്ടം, ഇതെല്ലാം നിങ്ങളുടെ ഈ പറഞ്ഞ ഐഡിയയിൽ ഉള്ള കാര്യമാണ്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു, നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്, ധൈര്യമുണ്ട്, നിങ്ങൾ സീറോ ബഡ്ജറ്റിലാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ കണ്ടെത്തി, നിങ്ങളത് ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഒരു ഐഡിയ ഉണ്ടാക്കിയെങ്കിൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഫാഷൻ അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ട്സ്, അങ്ങനത്തെ എന്തെങ്കിലും ബ്യൂട്ടി കോസ്മെറ്റിക്സ് ഐറ്റംസ്, അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓഡിയൻസിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരുടെ ഡ്രസ്സാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഒരു ടീനേജേഴ്സിന് പറ്റിയത്, അല്ലെങ്കിൽ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ഒക്കെ നിങ്ങൾ ആ ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ നിങ്ങളുടെ ആ ഒരു ഏരിയ ഓഫ് ഫോക്കസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ആർക്കാണ് യൂസ്ഫുൾ ആകുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കൊച്ചു കുട്ടികളുടെ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള ടോയ്സോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിന്റെ ബിസിനസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഒരു ഏരിയ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ നിങ്ങളത് ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതലും കുട്ടികളുടെ അമ്മമാര്, അതേപോലെ കൊച്ചു കുട്ടികളുള്ള ആൾക്കാർ, അവർക്കൊക്കെ അത് കൂടുതലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവർക്ക് കൂടുതലും നിങ്ങളുടെ പ്രൊഡക്ട്സിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം. ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ഓൾമോസ്റ്റ് ആൾക്കാർ എന്ത് സാധനം ഓൺലൈനിൽ കണ്ടാലും അത് വാങ്ങിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി പലർക്കും ഉണ്ടാവും. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പം നിങ്ങളൊരു റീൽ എടുത്ത് നോക്കിക്കോ, അതിൻ്റെ താഴെ കമന്റ് ബോക്സിൽ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഡ്രസ്സ് എവിടെ നിന്നാണ്, ഡ്രസ്സിന്റെ ലിങ്ക്, അല്ലെങ്കിൽ ആ ഇയറിംഗിന്റെ ലിങ്ക് തരുമോ, ആ ഷൂസിന്റെ ലിങ്ക് തരുമോ, ബാഗ് എവിടെ നിന്നാണ്, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതിനൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഡിമാൻഡ് ഈ ഒരു സാധനങ്ങൾക്കൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ഉണ്ട്. അതായത് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാനും അതിന്റെ ലിങ്ക് എവിടെ കിട്ടും, അങ്ങനെ പർച്ചേസ് ചെയ്യാം എന്ന ഉദ്ദേശത്തോടു കൂടി നോക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ കാണുമ്പം ഇത് കൊള്ളാമല്ലോ, എനിക്കും കൂടി ഇത് കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിച്ച് അങ്ങനെയും വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇൻസ്റ്റഗ്രാം ആവാം, ഫേസ്ബുക്ക് ആവാം, യൂട്യൂബ് ആവാം, എവിടെ വഴി വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ നല്ല 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 ക്വാളിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. റീൽസ് ഒക്കെ കൂടുതൽ പോസ്റ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ചവറ് പോലെ ചെയ്യുന്നതിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ് കാര്യം. ഇപ്പോൾ കുറേ ഫോട്ടോസ് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാതെ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റോറീസ് ആയിട്ട് ഇടാം. ചിലവർക്ക് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ പോസ്റ്റ് ഇടാനൊന്നും ടൈം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് മാക്സിമം ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോസ്റ്റൊക്കെ നിങ്ങൾക്ക് സ്റ്റോറീസ് ആയിട്ടും ഷെയർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യിക്കാം. അതുപോലെ തന്നെ വലിയ സെലിബ്രിറ്റീസിനെ വെച്ച് നിങ്ങൾക്ക് കൊലാബ് ചെയ്യാം, നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ വെച്ച്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഒന്ന് നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഇനിയുള്ള ലാസ്റ്റ് പോയിന്റ് ആണ് ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹോം ബേസ്ഡ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്, പേഷ്യൻസ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഞാനിത് പറയാൻ കാരണം പലരും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് ക്വിറ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. കാരണം അവർ പറയുന്നത് എനിക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ല,
ഞാൻ എൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ്, എനിക്ക് ഇത്രയും ഓർഡേഴ്സ് ഒന്നും കിട്ടിയാൽ പോരാ, കുറച്ചുകൂടെ ബൾക്കായിട്ടൊക്കെ കിട്ടിയാലേ എനിക്കിത് ബെനിഫിഷ്യൽ ആവത്തുള്ളൂ, എനിക്ക് ഫാമിലിയിൽ നിന്ന് വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല ഓർഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. സോ ഇങ്ങനെ പറയുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം ബ്രൈറ്റ് ആകാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഹോം ബേസ്ഡ് ബിസിനസ് അല്ല, എന്ത് കാര്യം ചെയ്താലും സക്സസ് എന്ന് പറയുന്നത് ഒരു ക്വിക്കായിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല. അത് ചിലപ്പോൾ ഡിപ്പെൻസ് ആണ്. ചിലവർക്ക് ബൈ ലക്ക് അത് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടും, ബട്ട് ചിലവർക്ക് ഹാർഡ് വർക്ക് വേണ്ടി വരും, ഒരു ലോങ് പീരീഡ് വേണ്ടി വരും. സോ നിങ്ങൾ ആ ഒരു സംഭവത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, ആ ഒരു എനിക്കൊരു സക്സസ് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പഠിക്കണം. അപ്പം കുറേ നാളായി, ചിലപ്പോൾ 1 വർഷം എടുക്കും, ചിലപ്പോൾ 2 വർഷം എടുക്കും, ചിലപ്പോൾ 3 വർഷം എടുക്കും, ചിലപ്പോൾ 3 മാസം മതിയായിരിക്കും. സോ നിങ്ങൾ എത്ര നാൾ അതിൽ നിൽക്കുന്നു എന്നതിലല്ല, എത്ര നാൾ എത്രത്തോളം നിങ്ങൾ തോറ്റുപോയിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഓരോ തോൽവികളും നിങ്ങൾ നാളത്തേക്കെന്നുള്ള നിങ്ങളുടെ ഒരു ഫ്യുവലായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് ഓർഡേഴ്സ് ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ഒരു മാറ്റവും ഒരു ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ പാഷനെ ഓർത്ത് നിങ്ങൾ അത് ചെയ്യുക. അപ്പൊ പറയും നമ്മൾ ഇതിനൊക്കെ മുടക്കാൻ പൈസ വേണം എന്ന്, അത് യെസ്, അത് റിയാലിറ്റി ആണ്. പക്ഷെ നമ്മളുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇതിനൊരു ഐഡിയ വേണമെന്ന്. ആ ഒരു ഐഡിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനെ പറ്റിയുള്ള ചിന്ത. നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ചിന്തിക്കണം. ഇനി ഈ ഒരു ബിസിനസ്സിന് മാർക്കറ്റ് ഉണ്ടോ, ഒരുപാട് പേര് ഇനി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കുറയുമോ കൂടുമോ, ഇതെല്ലാം ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അപ്പം തെറ്റാർക്കും പറ്റും, എന്നാലും ഒരു 90% നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇത് സക്സസ് ആവും, നമ്മൾ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാകും എന്നൊരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സംഭവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. സോ നിങ്ങൾ ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ച് വീണ്ടും വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക. എത്രത്തോളം തോൽക്കുന്നുണ്ട് എന്നതിലല്ല, ആ തോൽവികളിലും നിങ്ങൾ എത്രത്തോളം എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് പേരുണ്ട് ഹോം ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ. സോ അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലുള്ള കുറേ പേരുണ്ടാവും. സോ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ. ബൈ.